ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കോളർ കുർത്തിയാണ് കേട്ടോ. ഹാഫ് കോളറാണ്, അതുപോലെ തന്നെ വി നെക്കാണ് വരുന്നത്. അപ്പോൾ ഇത് അത്രയും സിമ്പിളായിട്ട് ബിഗിനേഴ്സിനും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബിഗിനേഴ്സിനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നതിന് കാരണമുണ്ട്. നമ്മൾ ഈ കോളറൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരും, അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഈ ഒരു കോളറിന് നിങ്ങൾ അങ്ങനെ പേടിക്കാനില്ല. ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് നമ്മൾ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് നമ്മൾ പാർട്ട് 1 കാട്ടിയിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ജസ്റ്റ് മെഷർമെൻറ്റ്സ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ കോളറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഷോൾഡർ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9.25 ഇഞ്ചാണ്, തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ മെഷർമെൻറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് 8.25 ഇഞ്ചാണ്, അവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് 10 ഇഞ്ചാണ് പറഞ്ഞത്, തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും അടിഭാഗത്തെ ഓപ്പണിങ്ങിൻ്റെ അവിടെയും 10 ഇഞ്ചും 1 ഇഞ്ചുമാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അവിടെ നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2.25 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് 2.25 ഇഞ്ച് വരുന്നത്, അവിടെ ഒന്ന് മാർക്കിങ് കൊടുത്തു. ഇനി നേരെ അടിയിലേക്ക് നെക്കിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൽ ഞാൻ 1/2 ഇഞ്ച് മാത്രമാണ് ഇറക്കുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു, നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച്. ഇനി ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് അതിനൊന്ന് വരയ്ക്കുന്നുണ്ട്. കിട്ടിയല്ലോ. അങ്ങനെ ബാക്ക് നെക്ക് ഭംഗിയായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മെയിൻ ഫേബ്രിക്കിൻ്റെ ചീത്തവശം, ഇതാണ് നമ്മുടെ മെയിൻ ഫേബ്രിക്കിൻ്റെ ചീത്ത ഭാഗം കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ലൈനിങ് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതേ അരികത്തേക്കട സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അതുപോലെ തന്നെ നെക്കും ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ലൈനിങ്ങും മെയിൻ ഫേബ്രിക്കും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വി നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹാഫ് കോളറാണ്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ വി നെക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് പശയുള്ള ഭാഗം, അത് ഉള്ളിൽ പോകുന്ന പോലെ ഹാഫായിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വീതി ഇവിടെ 2.25 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവിടെയാണ് 2.25 ഇഞ്ച് വരുന്നത്, ഞാനതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ അടിയിലേക്ക് 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 7 ഇഞ്ച് നെക്കിൻ്റെ വീതി 2.25. ഇനി നമുക്കിത് ഡയഗണലായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വി നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളിലെ ഷേപ്പ് കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് ബ്രിഡ്ജ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം നെക്കിൻ്റെ വീതി മാറിപ്പോവില്ല, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ബ്രിഡ്ജ് ഇട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ദേ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന നെക്ക്. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു തിളക്കമുള്ള ഭാഗമാണിത്. അത് ഒരു ലൈനിങ് തുണിയിലേക്ക് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷൈനിങ് ഉള്ള ഭാഗം ലൈനിങ് തുണിയോട് ചേർത്ത് വെച്ച് നന്നായി അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അയൺ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്ന തുണി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വി നെക്കിനോട് ചുറ്റുമുള്ള തുണി കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കാരണം ഈ ഒരു ക്യാൻവാസിനോട് ചേർത്ത് മടക്കി തയ്ക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഈ ഒരു നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് അരികത്തേക്കട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഈ ഒരു സൈഡും മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വന്ന് ഈ ഒരു ഭാഗത്തേക്കും മടക്കി ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണി ഈ ഒരു നെക്കിനോട് ചേർന്ന് മടക്കിയിട്ട് അരികത്തേക്കട സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പോർഷനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ലൈനിങ്ങും മെയിൻ ഫേബ്രിക്കും ചേർത്തി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നല്ല വശമാണ് കേട്ടോ. ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ക്യാൻവാസ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ചേർത്ത് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശം പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വയ്ക്കണം കേട്ടോ. സെൻറ്ററും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ക്യാൻവാസിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് പോകരുത്. അപ്പോൾ ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം. അങ്ങനെ ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് നമ്മൾ ഇതേ ഷേപ്പിന് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇതേ ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ച് ഗ്യാപ്പ് വിട്ട് അതേ ഷേപ്പിന് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിന് ചുറ്റും ചെറുതായിട്ട് കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചുറ്റിനും കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു നെക്കിന് ചുറ്റും നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസ് പേപ്പർ നമുക്ക് ബാക്കോട്ട് മറിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ക്യാൻവാസ് ബാക്കോട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരികത്തേക്കട നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് പതിച്ചടിച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ നെക്ക് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്ക് പോർഷനെ നല്ല വശം ചേർത്ത് വെച്ചു. രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. 1/2 ഇഞ്ചിലാണ് കേട്ടോ ചെരിച്ച് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റർ പിടിച്ചിട്ട് രണ്ട് സൈഡിലും സെൻറ്റർ പിടിച്ചിട്ട് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വി നെക്ക്. ആ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ ഞാൻ ടേപ്പ് വെച്ചിട്ട് ഒരു 3 ഇഞ്ച് അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ടേപ്പ് വെച്ച് ഒരു 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കാരണം നമ്മുടെ ഹാഫ് കോളറിൻ്റെ ഇറക്കം ഇത്രയും മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തുനിന്ന് ഇവിടെയും വരെയുള്ള മെഷർമെൻറ്റ് എത്രയാണെന്ന് അളന്ന് നോക്കാം.
കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അളന്ന് നോക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അളക്കുന്നുണ്ട്. എനിക്കിതേ 6.5 ഇഞ്ചാണ് അളന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. 6.5 ഇഞ്ച് അളന്ന് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ 6.5 ഇഞ്ച് അളന്നെടുത്തില്ലേ തുണിയിൽ നിന്ന്, അത് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം. അപ്പോൾ കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ നീളത്തിലൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാൻവാസാണ്. ആദ്യമേ തന്നെ ഈ ഒരു ക്യാൻവാസിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹാഫായിട്ട് മടക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ വരുന്നത് ഈ ഒരു സൈഡിലാണ് ഓപ്പൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മടക്ക് വശം വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇപ്പം നമ്മൾ അളന്നെടുത്ത 6.5 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അളന്നെടുത്ത 6.5 ഇഞ്ച് ആദ്യം മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് 6.5 വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 6.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 1.25 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് നേരെ അടിയിലേക്ക് വീതി ഞാൻ എടുക്കണം 3 ഇഞ്ചാണ്. അപ്പോൾ വീതി 3 ഇഞ്ച് അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തത് ഒന്ന് സ്ട്രെയിറ്റ് നേരെ വരയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈനിലും ഞാൻ 6.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അളന്നെടുത്ത 6.5 ഉണ്ടല്ലോ, ആ സെയിം 6.5 ഇഞ്ച് തന്നെ അടിയിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ 6.5 ഇഞ്ച് ഇവിടെയാണ് വരണേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് എക്സ്ട്രാ ആയിട്ട് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ദേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഈ ഒരു 6.5 എക്സ്ട്രാ മാർക്ക് ചെയ്ത് 1.25 കണക്ട് ചെയ്ത് വരയ്ക്കാം. അങ്ങനെ ഭംഗിയായിട്ട് കോളർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ദേ ഭംഗിയായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ മെയിൻ ഫാബ്രിക് നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഈ ഒരു ബാക്കിലാണ് കേട്ടോ വരണേ. ഇപ്പോൾ കാണുന്നത് ചീത്ത ഭാഗമാണ്. ഈ ഒരു ചീത്ത വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോളറിൻ്റെ പീസ് കറക്റ്റ് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. അതിനുശേഷം തിളക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, തിളക്കമുള്ള ഭാഗം ഈ ഒരു ചീത്ത ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു അടിവശം ഉണ്ടല്ലോ, അവിടെ എക്സ്ട്രാ നിൽക്കുന്ന തുണി ഞാൻ ജസ്റ്റ് ഈ ഒരു ക്യാൻവാസിനോട് ചേർത്തിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. ഇതുപോലെ ക്യാൻവാസിനോട് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ അടിവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ തന്നെ വേറൊരു പീസും കൂടി ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെയിൻ ഫാബ്രിക്കിൻ്റെ തന്നെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ് കേട്ടോ. ഇനി ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇത് നമ്മുടെ ക്യാൻവാസിൻ്റെ നല്ല വശം, ഈ ഒരു ക്യാൻവാസിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക. കിട്ടിയല്ലോ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ നമ്മളിപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. നല്ല വശവും നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്നതേ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വന്ന് ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് നമുക്ക് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരിക്കലും ക്യാൻവാസിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്, ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഒരിക്കലും ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കരുത് കേട്ടോ. ഈ ഒരു 3 സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ കുത്തി നിർത്തി ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 3 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ അടിവശം നമ്മൾ തയ്ച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് 2 തുണിയും കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഈ ഒരു നല്ല വശം പുറത്തേക്ക് എടുക്കാം കേട്ടോ. നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം വെച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു കോളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു കോളറിൻ്റെ അടിവശത്ത് കുറച്ച് എക്സ്ട്രാ തുണി എക്സ്ട്രാ നിൽക്കുന്നുണ്ടാവും. ഈ ഒരു മുകൾ വശം നമ്മൾ ഫിനിഷ് ചെയ്ത് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കറക്റ്റ് ഈ ഒരു കോളർ ഇതുപോലെ വെച്ചതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് ഉണ്ടല്ലോ, കറക്റ്റ് ഈ ഒരു കോളർ എവിടെയാണോ അവസാനിക്കണേ അവിടെ വെച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അറ്റം വരെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് എവിടെ വെച്ചിട്ടാണ് തയ്ക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ദേ കോളർ അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ദേ അതിനോട് ചേർന്ന് നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരിക്കലും രണ്ടും കൂട്ടി വെച്ച് സ്റ്റിച്ച് കൊള്ളരുത്. ഈ ഒരു അടിയിലത്തെ തുണിയിലേക്ക് മാത്രമേ സ്റ്റിച്ച് വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ ഒരു ലൈൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കിട്ടിയല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു അടിവശത്ത് മാത്രം സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി സെയിം നൂലായതുകൊണ്ട് നിങ്ങൾക്ക് കാണില്ല കേട്ടോ. നമ്മൾ അറ്റം വരെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തേക്കട വെച്ചിട്ടായിരിക്കും കേട്ടോ ഇനി നമ്മൾ തയ്ക്കാൻ പോണേ. അപ്പോൾ ഏതീക്കട തയ്ക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു അടിവശത്ത് ഈ ഒരു തയ്യലിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കോളർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കോളറിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് രണ്ട് തമ്മിൽ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. രണ്ടും ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി സെൻറ്റർ അറിയാനായിട്ട് നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് ഹാഫ് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കോളറിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഞാൻ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ അതിൻ്റെയും കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കണം. അതിനായിട്ട് രണ്ടും ഇതുപോലെ കറക്റ്റ് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സെൻറ്റർ അറിയാനായിട്ട് ചെറിയൊരു കട്ട് അവിടെയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് നിവർത്തിയിടുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഇത് നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബോഡി പോർഷൻ്റെ സെൻറ്റർ. ഇതിപ്പോൾ നമ്മുടെ ചീത്തവശമാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കോളർ ഉണ്ടല്ലോ അത് കറക്റ്റ് നമുക്ക് എടുത്തു വയ്ക്കാം. ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നമ്മൾ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും കണ്ടിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ ഇത് ഇതുപോലെ ചേർത്ത് വെക്കുക. രണ്ടിൻ്റെയും സെൻറ്ററും നമ്മൾ ചേർത്ത് വെച്ചു. ഇനി നമുക്ക് ഈ ഒരു ഫിനിഷ് ചെയ്ത് തയ്ച്ച ഭാഗം ഉണ്ടല്ലോ അതൊന്ന് പൊന്തിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു അടിവശത്തെ തുണി മാത്രം റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഒരു തയ്യൽ ആദ്യം ഇട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ വേണം കേട്ടോ ഇനി അടുത്തത് ഇപ്പം നമ്മൾ തയ്ക്കാനായിട്ട്. സെൻറ്ററും ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് റൗണ്ടിന് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഏറ്റവും അടിവശമെത്തുമ്പോൾ അപ്പോൾ ദേ ഈ ഒരു അടിവശമെത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നേരെ വന്ന് തയ്ച്ച് ഇവിടെ കൊണ്ടുപോയി നിർത്തരുത്. അറ്റെത്തുമ്പോൾ ഇങ്ങനെ തയ്ച്ച് വന്ന് അറ്റെത്തുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നൊന്ന്
തുമ്പത്തേക്ക് കൊണ്ടുവരണം കേട്ടോ തയ്യൽ. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വന്ന് ഈ തുമ്പത്തേക്ക് വരണം, അല്ലാണ്ട് നേരെ ഇങ്ങനെ തയ്ച്ചു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ തയ്ച്ചു പോവുക. അപ്പോൾ തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ രണ്ടിനെയും സെൻറ്ററും ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫിനിഷിങ്ങിൽ തയ്ച്ചത് നമുക്കൊന്ന് നീക്കി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യലിട്ട് കൊടുത്തേക്കടെ തന്നെ നമുക്ക് തയ്ച്ചു പോവാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ബിഗിനേഴ്സിനും ചെയ്തെടുക്കാമെന്ന്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് ഈ കോളർ തയ്ച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറക്കത്തിൽ ഡിഫറൻസ് വന്നാലും കുഴപ്പം വരുന്നില്ല. കാരണം ഇവിടെ കോളർ അവസാനിക്കണമെങ്കിൽ ആ ഒരു സൈഡിലും സെയിം ഇവിടെ തന്നെ അവസാനിക്കും. ഇപ്പോൾ നമ്മളൊരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മെഷർമെൻ്റ് എടുത്തതിൽ തെറ്റ് വന്നാലും കുഴപ്പമില്ലയെന്ന്. പക്ഷേ മാക്സിമം നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ വലിച്ചൊന്നും പിടിച്ച് കോളർ സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി തയ്ച്ചു പോവാം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ആദ്യം ഈ ഒരു സൈഡിലേക്ക് തയ്ച്ചു പോവാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കും തയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതേ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തുണിയുടെ ചീത്ത വശമാണ് കേട്ടോ. നമുക്കിനി നല്ല വശത്തേക്ക് ഈ ഒരു തുണി മറിച്ചിടാം. ഇപ്പോൾ ഇതേ തുണിയുടെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കോളറും നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ കോളറും നമ്മൾ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ബാക്ക് പോർഷൻ നമുക്കിതേ ഇതിനോട് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. തയ്ച്ചേ റൗണ്ടിന് തയ്ച്ച് പോവാം. ഈ ഒരു സ്റ്റിച്ച് കാണാത്ത പോലെ വേണം നമ്മൾ തയ്ക്കാനായിട്ട്. അടിയിലൊരു സ്റ്റിച്ച് പോകുന്നുണ്ടാവും, അത് കവർ ചെയ്തിട്ട് വേണം നമ്മൾ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ റൗണ്ടിന് തയ്ച്ചെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഈ തുടക്കത്തിൽ വേണമെങ്കിൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ, ഈ കോളർ ഉള്ളിലേക്ക് കയറിയിരിക്കാനായിട്ട്. ഇനി നമുക്കത് ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു തയ്യൽ കാണാത്ത വിധത്തിൽ വേണം ഈ ഒരു കോളർ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് തയ്ച്ചെടുക്കാം. അങ്ങനെ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഫ്രണ്ട് നെക്കിൽ ചെറിയൊരു ഓപ്പണിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ അടിയിലേക്ക് ഞാനൊരു 6 ഇഞ്ച് ഈ ഒരു നെക്കിൻ്റെ അടിയിലേക്ക് നേരെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ അടിയിലേക്ക് ഒരു 6 ഇഞ്ച് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സെൻറ്റർ കണ്ടിട്ട് ഞാൻ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം നേരെ അടിയിലേക്ക് 6 ഇഞ്ചിൽ ഞാനൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ ഹുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിൽ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീതി വന്നിരിക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വീതി. ലെങ്ത്ത് നമുക്ക് കുറച്ച് കൂടുതലെടുക്കാം, ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം നല്ല വശം ഉള്ളിൽ പോകുന്ന പോലെ നമുക്കിതിനൊന്ന് ഹാഫായിട്ട് മടക്കാം. അപ്പം നല്ല വശം ഉൾഭാഗത്താണ് കേട്ടോ. ഇതിപ്പോൾ ചീത്ത ഭാഗമാണ്. ഇനി നമുക്ക് മുകൾ ഭാഗം ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ
വശം നമ്മൾ സ്ട്രെയിറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശം നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. നല്ല വശം നമുക്കിത് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം കൊണ്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ എഡ്ജൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതിവിടെ ഫ്രണ്ടിൽ ഓപ്പണിങ് ഞാൻ കൊടുക്കണമെന്ന് ആദ്യമേ പ്ലാൻ ഇട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് കഴുത്ത് കുറച്ച് ഇടുങ്ങിയ പോലെ തോന്നി കയറാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്യുന്നത്. അപ്പം അത്രയും ബുദ്ധിമുട്ടി കയറ്റുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. കയറും, പക്ഷേ ഇനി സ്ലീവും കൂടിയൊക്കെ ചെയ്ത് വരുമ്പോൾ ടൈറ്റ് ആവും. അപ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചതൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഭംഗിയായിട്ട് ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരികു വഴി ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അറ്റം വരെ ഒന്ന് തയ്ച്ച് പോവാം. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ക്ലോത്ത് എടുക്കുക. ഈ ഒരു നെക്ക് അവസാനിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഇതൊന്ന് ചേർത്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പം ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വശത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തയ്ച്ചു പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പതിച്ച് വെച്ചും കൂടി ഒന്ന് അറ്റത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എക്സ്ട്രാ നിൽക്കണ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് സെയിം വേറൊരു പീസ് ക്ലോത്തും കൂടി എടുക്കുക. നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിവശവും ഞാൻ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ഇഞ്ച് നീളമുള്ള ക്ലോത്തിനെ ഹാഫായിട്ട് മടക്കി ഈ ഒരു മുകൾ വശത്തും അടിവശത്തും നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വശം നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ആ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അരികു വശം ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡും ചെയ്യുക കേട്ടോ. കറക്റ്റ് മുകൾ വശത്തോട് ചേർത്ത് വെക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു ഓപ്പണിങ് കഴിഞ്ഞിട്ട് കുറച്ചധികം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് സ്ട്രെയിറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സൈഡിലായിട്ട് നമ്മൾ തയ്ച്ച് നിർത്തിയതിൻ്റെ അവിടെ സൈഡിലായിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സൈഡിലെ പീസ് ഞാൻ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. കറക്റ്റായിട്ട് അതിനുള്ളിലേക്ക് കടത്തി വിട്ടു. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പതിച്ചടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പീസ് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ പതിച്ചടിക്കാനായിട്ട്. ആ ഒരറ്റത്ത് എത്തിയപ്പോൾ ഞാൻ കുത്തി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെയും വരെ തയ്ച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉൾവശത്ത് നമ്മളിത് ഇവിടെയും വരെയാണ് കേട്ടോ തയ്ച്ചിരിക്കണേ. ഉള്ളിൽ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ ഒരു ഇഞ്ച് കയറ്റിയിട്ട് ഞാൻ ഒന്ന് തയ്ച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഇത് ഇവിടെയും വരെയാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളൂ. ആ ഒരു തയ്ച്ചതിനേക്കാൾ ഒരു ഇഞ്ച് കയറ്റിയിട്ടാണ്
ഞാൻ ഈ ഒരു തയ്യൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. കാണിക്കാം. ദേ കാണാലോ, ഇവിടെയും വരെ ഞാൻ തയ്ച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് സ്ട്രെയിറ്റ് അടിക്കുകയാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് നേരെ അടിയിലേക്ക് തയ്ച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ ഫ്രണ്ടിൽ ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സാധാരണ പോലെ എങ്ങനെയാണോ സ്ലീവ് അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഏറ്റവും ഫൈനലായിട്ട് ഏറ്റവും അടിവശം ഒന്നും മടക്കിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊന്നും കാണിക്കുന്നില്ല. ഇനി ഇത് വെയർ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ.